എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ദൈവവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോൺടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന മക്കൾ, പഠനം നിന്നുപോയവർ, പഠിച്ച് തോറ്റുപോയവർ, പഠനം മടുത്തു പോയവർ, കർത്താവ് ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നുപോയ പിരിഞ്ഞ് ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഒടിച്ചും കൂടാൻ സാധിക്കുന്നവർ, കർത്താവ് വാശിയോ വൈരാഗ്യം കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്നു കൊടുക്കുന്നവൻ ദൈവത്തിരുസന്നിധി വിജയിച്ച് നിൽക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികമുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു.